അന്ന് ബ്രിട്ടനിലേക്ക് നേഴ്സുമാർ വരണമെങ്കിൽ ഒറ്റ പ്രാവശ്യം സിംഗിൾ അറ്റംപ്റ്റിനകത്ത് IELTS എക്സാം എഴുതി എല്ലാത്തിനും 7 ബാൻഡ് 7 ബാൻഡ് വേണം. 9-ൽ 7 ബാൻഡ് കിട്ടിയാൽ മാത്രമേ വിദേശത്ത് വരാൻ പറ്റുകയുള്ളൂ, UK വരാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ആ ഒരു ലെവൽ ഓഫ് സ്കോർ നേടണമെങ്കിൽ അത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പം ഏറ്റവും കൂടുതൽ നേഴ്സുമാർ ആ ഒരു സ്കോർ നേടാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അതേ സമയത്ത് നമ്മളുടെ കൺമുന്നിൽ നമ്മൾ കാണുന്നത് പോളണ്ടിൽ നിന്നും സ്പെയിനിൽ നിന്നും ഇറ്റലിയിൽ നിന്നുമൊക്കെ ബ്രിട്ടനിലേക്ക് നേഴ്സുമാർ വരുന്നു. അവർക്ക് ഒരു വേർഡ് പോലും പറയാൻ അറിയില്ല. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ പറഞ്ഞാൽ പാരസെറ്റാമോൾ എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്ന ടാബ്ലറ്റാണ്. നമ്മൾ പാരസെറ്റാമോൾ എന്താണെന്ന് പറഞ്ഞാൽ അവർക്കറിയില്ല. കാരണം അവർ പാരസെറ്റാമോൾ എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് വേർഡാണ്. അവരുടെ രാജ്യത്ത് അവരുടെ ഭാഷയിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവർക്ക് 1% പോലും ഒട്ടും തന്നെ ലാംഗ്വേജ് അറിയില്ല. പക്ഷേ അവർ വന്നിട്ട് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. എന്നാൽ നമ്മുടെ നാട്ടിൽ വളരെ നല്ല രീതിയിൽ ലാംഗ്വേജ് അറിയുന്ന ആളുകളോട് ഈ പറയുന്ന 7 ബാൻഡ് കൺസിഡർ ചെയ്യണമെന്ന് പറയുന്നു. അപ്പോൾ ഇതൊരു വലിയൊരു തരംതിരിവായിട്ട് എനിക്ക് തോന്നുന്നു. ഇതിനെതിരെ പ്രതികരിക്കണമെന്ന് തോന്നി.